भाषा में कहते हैं बटचेर। अच्छा, अगर कश्मीरी कहेगा ना, कश्मीरी के भाषा में बोलते हैं, इसको बोलते हैं बटचेर। ബർച്ചർ. हाँ, इधर जो സുഹൃത്തുക്കളെ, ഞാനിപ്പം ദ്രാസ് പട്ടണത്തിൽ നിന്നും മുകളിലോട്ടുള്ള മല കയറുവാണ്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം പ്രോപ്പർ കാർഗിൽ സിറ്റിയിലാണ് കേട്ടുള്ളത്. വളരെ തിരക്ക് പിടിച്ചൊരു മാർക്കറ്റാണ്, നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ 24 hours ആണ്. ഭയങ്കര ബിസി ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇവിടെയൊക്കെ ധാരാളം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേരെ പോകുന്ന ദ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വില്ലേജിലേക്ക് വന്ന റോഡ്. ഹായ്, ദ്രാസ് എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് വന്ന റോഡാണ് ഇത്. ഇവിടുത്തെ നമ്മളെ ഷെയർ ബസ് എന്നൊക്കെ പറയാറില്ല, അതേപോലത്തെ ബസ്സാണ്. നമുക്ക് ഇതിലൂടെയൊക്കെ സഞ്ചരിക്കാനൊക്കെ പറ്റും. ഇവിടെ ആൾക്കാരൊക്കെ കണ്ടോ, എന്നിങ്ങനെ നോക്കുവാണ് ഏതാണ് ഈ കുരിപ്പം നമ്മളെ നാട്ടിൽ വന്നിട്ട് മലയാളം ഭാഷയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ടായിരിക്കും. ബിസിയാണ് കേട്ടോ, വളരെ തിരക്കാണ്. ഇവിടെയാണ് കേട്ടോ ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. ഞാനിങ്ങോട്ട് ലിഫ്റ്റ് അടിച്ചാണ് വന്നത് കേട്ടോ. ഷെയർ ടാക്സിയിൽ നിന്ന് കയറിയിട്ട് ബാഗ് എടുത്തിട്ട് പോയാൽ ബാഗിൻ്റെ പരിപ്പിളക്കി തരും, കീറി എടുക്കും കേട്ടോ. ഇവിടെ കണ്ടോ നമ്മളെ ടയറിലെ ചെറിയ വണ്ടിയിൽ സാധനമൊക്കെ കൊണ്ടുപോകുന്നത്. തിരക്ക് പിടിച്ചൊരു പട്ടണം, അതായത് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് എന്താണ് സിറ്റിയാണ് കാർഗിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലേ ആണ് കേട്ടോ. പക്ഷേ ലേനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും കണക്കെന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഇവിടെയാണ് കൂടുതലും ബിസി കാണിക്കുന്നത്. ഇവിടെ സൺഡേ ആയാലും ഏത് ദിവസമായാലും ഇതേപോലെ ആൾക്കാരുണ്ടാവും. ഇന്നിവിടെ എന്തോ പള്ളിയിലെന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ വിചാരിക്കും ഞാൻ ഫോറിനർ ആണെന്നാണ്. എന്നോട് ഹലോ ബ്രോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. കാരണം തൊപ്പിയും ഈ വലിയ ബാഗും കുടയും ഇതൊക്കെ കണ്ട ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കും എവിടെ നിന്നാണ് കുരിപ്പാ നീ വരുന്നതെന്ന്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ ഇരിക്കുന്നത്. ഹായ് ബ്രോ, ഇവിടെ കണ്ടോ ധാരാളം ആൾക്കാർ ഇരിക്കുന്നത്. എൻ്റെ മെയിൻ സന്തോഷം എന്താ അറിയോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല ആക്റ്റീവായി സംസാരിച്ചാൽ എന്താണ് ഒരു കോൺഫിഡൻസ് കിട്ടും എനിക്ക്. ഇത്രയും ആൾക്കാർ ഇപ്പോൾ നോക്കുന്നത് ഞാനെന്ന വ്യക്തിയെ മാത്രമുണ്ടോ, കാരണം ഞാനാണല്ലോ ഇവിടെ ക്യാമറയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ വസ്ത്രധാരണ രീതി കണ്ടോ, ഇവിടെ മാറി കേട്ടോ. ലേ എന്ന് പറയുന്നത് ഒരു ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഏരിയകളാണ്. പക്ഷേ കാർഗിൽ പ്രോപ്പർ മുസ്ലിം റീജിയനാണ് കേട്ടോ. ഇവിടെ കൂടുതലും ജീവിക്കുന്നത് മുസ്ലിംസാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, 2 ജില്ലകളാണ് ലഡാക്കിലുള്ളത്. ഫസ്റ്റ് ലേ, സെക്കൻഡ് കാർഗിലാണ്. കാർഗിലിൽ മുസ്ലിംസാണ് കൂടുതലും ജീവിക്കുന്നത്. ലേയിൽ പറഞ്ഞാൽ മൊത്തം ബുദ്ധിസം കേട്ടോ. 150-150ഓളം വില്ലേജുകളുണ്ട് ഒരു ജില്ലയിൽ തന്നെ. ഇവിടെ വണ്ടിക്കൊക്കെ പാർക്കിങ് വളരെ റിസ്ക്കാണ് കേട്ടോ. എന്ത് തിരക്കാണ് നോക്കി, ഇവിടെയൊക്കെ നിന്ന് തിരിയാൻ പോലും തിരക്കില്ലാത്തൊരു സ്ഥലം. നേരെ പോകുന്ന ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. ഏതെങ്കിലും ഒരു ചെറിയ റൂം കിട്ടിയിരുന്നെങ്കിൽ കിടന്നുറങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കണ്ടോ നടന്നു പോകുന്ന വഴിയിലാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല കേട്ടോ. ഒരു മഞ്ഞ് വെയിലൂടെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച് പോകുന്നു. വിൻ്ററിലൂടെയൊക്കെ മഞ്ഞ് വീഴും കേട്ടോ. നല്ലപോലെ തണുപ്പ് വരുന്ന സ്ഥലമാണ് വിൻ്ററിൽ. പക്ഷെ സമ്മറിൽ നല്ലപോലെ ചൂട് കിട്ടുന്ന ഒരു സമയത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ധാബയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അത് വെജിറ്റേറിയൻ ആയിരിക്കും കേട്ടോ. ഇവിടെ അധികം നോൺ വെജ് കിട്ടുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കാർഗിലിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത്. വണ്ടീൻ്റെ ഡോറൊക്കെ തുറന്ന് അതും കൊണ്ട് എടുത്തിട്ട് പോകും, കാരണം അത്രയും തിരക്കാണ് കേട്ടോ. നല്ലപോലെ പോപ്പുലേഷനുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ പള്ളി ഉണ്ടോ, വലിയൊരു മസ്ജിദ് ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഉള്ളത് ദ്രാസ് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്തുള്ളത് പോലീസുകാരാണ്, നമ്മളെ ലഡാക്കിലെ പോലീസുകാരാണ്. എൻ്റെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഉള്ളത്. ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടും വിചാരിച്ച് നിൽക്കുന്ന കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇത് ലഡാക്കിലെ പോലീസാണ് കേട്ടോ. ഇവിടെ കണ്ടോ പോലീസിൻ്റെ വണ്ടിയാണ്, സർവീസ് എൻ്റെ കവറേജിന് കണ്ടോ. തൊട്ടപ്പുറത്തേക്ക് ഒരു പാലം ഉണ്ട് കേട്ടോ. ആ പാലം വഴി നമുക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോവാം. ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തോട്ട് ചോദിച്ചു, നീ വീഡിയോ എടുക്കുക, ഇവിടെ വേണമെങ്കിൽ തട്ടിക്കോ പറഞ്ഞിട്ടോ കേട്ടോ വീഡിയോ എടുത്തിട്ട്. ഇതുണ്ട്, ഇത് നേരെ പോകുന്ന നമ്മൾ ലേയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. എൻ്റെ ബാഗൊക്കെ വെച്ച് ഞാനിവിടെ നിൽക്കുവാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിന്നെ ആക്കിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. ഫേസൊന്നും കാണിക്കുന്നില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല ഫേസ് കാണിക്കുമെന്ന്. ഇതുണ്ട് സ്കൂൾ കുട്ടികളെ കേട്ടോ രാവിലെ പോകുന്നത്. ഇതൊക്കെ ഇവിടുത്തെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഷെയർ വണ്ടികളാണ്. ഭയങ്കര തിരക്ക് വരുന്നൊരു ഏരിയ കേട്ടോ. ഈ റൂട്ടിൽ എപ്പോഴും ബിസിയാണ്. അതാണ് ഇവിടെ പോലീസുകാർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നത്. ഈ പാലം വഴി എവിടെയാണോ പോകുന്നത്, ഏതൊരു വാലിയിലൊക്കെ കേട്ടോ, ആരു വാലി അങ്ങനെ എന്തായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവർ ഇവിടുന്ന്. അപ്പോൾ ഇവിടെയാണ് തൽക്കാലം ഉള്ളത്. ദ്രാസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. സുഹൃത്തുക്കളെ,
സുഹൃത്തുക്കളെ, ലഡാക്കിലെ പോലീസുകാർ എനിക്കൊരു വണ്ടി ആക്കി തന്നിട്ടുണ്ട്. വലിയൊരു ടിപ്പറാണ് കേട്ടോ. നമ്മൾ 60 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ടിപ്പറാണ്, വലിയ വണ്ടിയില്ല, അതാണ് അതിലാണ് ഉള്ളത്. ഹായ് ജി, ഗുഡ് മോർनिंग. गुड मॉर्निंग सर. नाम क्या है? मोहम्मद मीन गुरु. ठीक है. आपका किधर से? जम्मू कश्मीर से? हम जम्मू कश्मीर से गांधरबल के रहने वाले हैं. गांधरबल बहुत अच्छा डिस्ट्रिक्ट है. गांधरबल बहुत ब्यूटी है. बहुत ब्यूटी है, बहुत ब्यूटीफुल है सर. सोनामार्ग का डिस्ट्रिक्ट है. हमारे नाम डिस्ट्रिक्ट गांधरबल का है. अच्छा अच्छा. നമ്മൾ ടിപ്പറിലാണ് ഇന്നത്തെ യാത്ര. सर हाँ. अच्छा है अभी. अच्छा है, अभी बिल्कुल ठीक है. काम अच्छा है बिल्कुल. बहुत बढ़िया है, बहुत बढ़िया है. अच्छा अभी अच्छा. केरला गया? हाँ, धीरे धीरे चलता रहता है काम. अच्छा अच्छा. केरला में गया? नहीं गया. नहीं है. नहीं है. दिल्ली, महाराष्ट्र, गुजरात? महाराष्ट्र नहीं गया. नहीं है. जम्मू कश्मीर? दिल्ली गया है, जम्मू गया है. अच्छा अच्छा. ठीक है. സുറു നദിയുടെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്തായാലും യാത്രകൾ പലതരത്തിലാണ് പറയുന്നത്. ഉദാഹരണം കേട്ടോ, നമ്മൾ കാർഗിൽ നിന്നും ദ്രാസിലേക്ക് ടാക്സിക്ക് പോകാൻ വേണ്ടി 2000-2500 രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. ആ ഒരു സ്ഥലത്താണ് 0 ബഡ്ജറ്റിൽ ഞാനിപ്പം യാത്രകൾ ചെയ്യുന്നത്. ഇതൊരു ഭാഗ്യം കേട്ടോ. നെക്സ്റ്റ് ടൈം കേരള കം. ठीक है. इंशाल्लाह ठीक है ठीक है. अगर हमारे नसीब में होगा तो इंशाल्लाह आएगा. थैंक यू. नेक्स्ट टाइम में आएगा तो अच्छा अच्छा. പുള്ളിക്കാരൻ അടുത്ത പ്രാവശ്യം വരുന്നൊക്കെയാണ് പറയുന്നത്. ये बहुत बड़ा गाड़ी है. कौन चाहिए? हाँ, टिपर टिपर. टिपर बहुत बड़ा गाड़ी है. हाँ. നമുക്ക് ദ്രാസിലേക്ക് പോകാം. വണ്ടി നിർത്തിയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങാം. എന്തോ കാശ്മീരിലെ ഒരു ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. പുള്ളിക്കാരൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എവിടെയാണ് ഈ ക്യാ ഹേ? ये डिस्ट्रिक्ट कारगिल का मेवा है. आप्रिकॉट है? अप्रीकोट नहीं है, ये इसको कहते हैं खुबानी. कुबानी. खुबानी कहते हैं इसको. तो ये काश्मीरी भाषा कुबानी. खुबानिया इसको कश्मीरी भाषा में कहते हैं बटचेर. अच्छा. अगर कश्मीरी कहेगा ना, कश्मीरी के भाषा में बोलते हैं, इसको बोलते हैं बटचेर. बर्चर. हाँ, इधर जो करगिल के भाषा में इसको कहते हैं खुबानी. लद्दाख भाषा कुबानी. खुबानी अच्छा अच्छा. है ना, खुबानी कहते हैं ना. ये खुबानी का पौधा है, ये खुबानी का भाग है. इसका इंग्लिश नाम क्या है? आप्रिकॉट है? इंग्लिश नाम क्या है? आप्रिकॉट है. इंग्लिश नाम आप्रिकॉट है. हाँ, आप्रिकॉट या. अप्रीकोट है ये इंग्लिश का. तो लद्दाखी कुबानी. हाँ, लद्दाखी खुबानी है. ठीक है. ये यही है, यही पौधा है ये. ठीक है. പുള്ളിക്കാരൻ നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. യാ, ഇതാണ് കേട്ടോ. ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. വലിയൊരു ടിപ്പറാണ്. ആൾക്ക് ഭയങ്കര ആവേശം കേട്ടോ നമുക്കിതൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി. യാ അച്ഛാ, ഇസ്ക അത് നമ്മളെ ഇതുണ്ട്, ആപ്രിക്കോട്ട് കണ്ടോ, പഴുത്ത ആപ്രിക്കോട്ടാണ്. ठीक है. कुबानी, लद्दाखी कुबानी, काश्मीरी कश्मीरी बटचेर. बर्चर. बटचेर. बर्चर. लद्दाखी खुबानी, ये खुबानी का पौधा है, लगा हुआ है डिस्ट्रिक्ट कारगिल में लगा हुआ है ये. ठीक है सर, താങ്ക് യു. ഓക്കെ. ഇതാണ് കേട്ടോ കട. ഒരു ചെറിയ കടയാണ്. ഈ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇത് ഈ ടിപ്പറുണ്ട്, വലിയ ടിപ്പറിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യം ഇത്രയും വലിയൊരു ടിപ്പറിലാണ് യാത്രകൾ ചെയ്യുന്നത്. पहाड़ी शुद्ध पानी है? शुद्ध पानी है, साफ पानी. काश्मीरी का क्या बोलिए इसका शुद्ध पानी का? इसका बोलते हैं नाग का पानी है. नाग का पानी. नाग पानी. ओके. नाला. नाला नहीं, नाग पानी, चश्मा का पानी. ओके. नाग पानी, चश्मन का पानी. हाँ, कश्मीरी भाषा में बोलते हैं नाग. नाग. अच्छा अच्छा. हिंदी में बोलते हैं चश्मा. चश्मा. ये चश्मा का पानी भरेगा, ये पीने के लिए भी साफ है. अच्छा. हाँ, खाना भी बनाते हैं, सब कुछ. ये भूमि के अंदर है? ये अंदर से आते हैं ना, पहाड़ से अंदर से आते हैं. बर्फ पानी है? हाँ, बर्फ का पानी है? हाँ, अंदर से आते हैं ना, पहाड़ से बर्फ का अच्छा. पानी पहाड़ से निकलते हैं. बहुत ठंडी पानी है? बहुत ठंडी है. इसमें बहुत सिर ठंडी भी- है. सिर भी नहीं धो सकते हो, मुंह भी नहीं धो सकते, इतना ठंडी है. ये हम उठाते हैं, हम जब यहाँ आते हैं काश्मीरी भाषा सुकून. सुकून. जब यहाँ हम करगिल रोड पे जाते हैं ना, अच्छा अच्छा. खाना शाना यहाँ पे बनाते हैं और पानी भी उठाते हैं, चश्मे का पानी. अच्छा. ठंडा पानी भी है. गाड़ी कितना साल पहले का गाड़ी है? ये 2001 मॉडल है, तकरीबन 20 साल पहले. 20 साल से पहले. बहुत अच्छा है. बहुत अच्छा है. ठीक है ठीक है. ये है ना इसका JK 01F 0231. अच्छा है. ठीक है.
സുഹൃത്തുക്കളെ കാർഗിൽ വാർ മെമ്മോറിയലിനകത്താണ് ഉള്ളത്. ഓക്കെ, എൻ്റെ കൂടെ നമ്മളെ ആശാനുണ്ട് കേട്ടോ. ആശാൻ ഉണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ കയറിയത്. ഓക്കെ, അതായത് ഇവിടെ നിയമമുണ്ട് കേട്ടോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇസ്ക രാസ്തമേ ജാന ഓപ്പോസിറ്റ് നെഹിയെ, അതായത് നമുക്ക് വലതുവശത്തുകൂടുമാണ് ഇങ്ങോട്ട് പോകാൻ വേണ്ടി, ഇടത് വശത്തുകൂടി കയറിക്കൂടാ. നമുക്ക് അങ്ങനെ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. വീഡിയോ നമുക്ക് പെർമിഷൻ ഉണ്ട് കേട്ടോ. നിലവിൽ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്നെ അലോഡ് പോലും ചെയ്തില്ല. അതന്നേരം അവിടെ ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിतना टाइम है इधर आपका अंदर आते हुए? ओके, ज़्यादा टाइम? ओके, इधर इसका अंदर फर्स्ट टाइम है? फर्स्ट टाइम है। फर्स्ट टाइम आया अंदर। अच्छा, फर्स्ट टाइम है? फर्स्ट टाइम आया अंदर। अच्छा, ഇതുണ്ട് ഓരോ ആൾക്കാർ പേരുണ്ട് കേട്ടോ. നമ്മളെ ഞാൻ പറഞ്ഞുതരാം. വാർ മെമ്മോറിയലിൻ്റെ അകത്ത് നമുക്കിങ്ങനെ നടന്ന് ആദ്യം കാണാം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ കാർഗിൽ വാർ മെമ്മോറിയലിനകത്ത് കയറണം എന്നത്. ഇവിടെ ക്ലീൻ ആക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, മൊത്തം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ഇപ്പം അലോഡാണ്. ഇതെന്താ ടാങ്കോ? ചില സ്ഥലത്ത് നമുക്ക് സംസാരിക്കാൻ പാടില്ല കേട്ടോ, സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഇവിടെ എന്താണ് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും ക്ലീനാണ് കേട്ടോ. അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഓപ്പറേഷൻ വിജയ്. ഞാനിപ്പോൾ ഉള്ളത് ലഡാക്കിലെ ദ്രാസ് പട്ടണത്തിലാണ് കേട്ടോ. പ്രോപ്പർ ദ്രാസ് പട്ടണത്തിലാണ് ഞാനുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ് കുറേ നേരമായിട്ട്. കാരണം ഇവിടെ വലിയ പട്ടണമാണ്. കമ്പയർ ചെയ്യുമ്പോൾ ദ്രാസ് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് കേട്ടോ. ലോകത്തിലെ മനുഷ്യൻ താമസിക്കുന്ന രണ്ടാമത്തെ കോൾഡസ്റ്റ് ലൊക്കേഷൻ എന്നാണ് നമ്മൾ ദ്രാസിനെ പറയുന്നത്. ഇത് ഇവിടുത്തെ പ്രോപ്പർ പട്ടണം കേട്ടോ. ഞാനൊരു സ്റ്റേക്ക് വേണ്ടി ഇങ്ങനെ നടക്കുവാണ്. സ്റ്റേ എന്ന് പറഞ്ഞാൽ റൂം എടുക്കാൻ തന്നെ കേട്ടോ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹോട്ടൽ ഭാഗത്ത് വേണ്ട, അതായത് സിറ്റി ഭാഗത്ത് വേണ്ട, ഉൾ വില്ലേജ് ഏരിയകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പട്ടണത്തിൻ്റെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ എൻ്റെ ബാഗ് തൂക്കി നടക്കുന്നത്. ഇവിടെ നല്ലപോലെ നോൺ വെജ് കിട്ടും കേട്ടോ. ചിക്കൻ, മട്ടൺ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അധികം ആൾക്കാരെ കഴിക്കുന്നത് ഇവിടെ നോൺ വെജാണ് ഈ ഒരു ഭാഗത്ത്. വിൻ്ററിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ തന്നെ തണുപ്പ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ സാധിക്കും. തിരക്ക് പിടിച്ച സ്ഥലമാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ചെറിയ തിരക്കൊന്നുമല്ല, അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് ഇവിടുന്ന് 40 കിലോമീറ്റർ ശ്രീനഗർ ഭാഗത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് 40 കിലോമീറ്റർ കഴിഞ്ഞാൽ ജമ്മു കാശ്മീരാണ് കേട്ടോ. സോജില പാസ് 39 കിലോമീറ്ററാണ്. അതിനപ്പുറത്തേക്ക് ഗാന്ദർബാൾ ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സോനാമർഗ്, അങ്ങനെയൊക്കെയാണ്. സ്ഥലം കണ്ടല്ലോ, ഇത് വലിയൊരു എന്താണ് സിറ്റി ഏരിയയാണ്. മുകളിലൊക്കെ നമുക്കെന്താ മഞ്ഞുമലയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയായ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ എന്താണ് നമുക്കെന്താണ് ആൾക്കാർ വീഡിയോസ് എടുക്കുമ്പോൾ നല്ലതുപോലെ എന്നെ നോക്കുന്നുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ഹാൻഡ് തുണിയൊക്കെ വിൽക്കും കേട്ടോ. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നൊക്കെ വിൽക്കുന്നു പറഞ്ഞ് കേട്ടിട്ടില്ല. അതേപോലെയാണ് ഇവിടെ നമ്മളെ പഴയ മോശമായ തുണിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൊടുത്താൽ ഇസ്ത്രിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വിൽക്കുന്ന ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. എന്നോട് വേണേ ചോദിച്ചു. അതായത് നമ്മളെ ഷോക്സൊക്കെ 5 രൂപക്ക് കിട്ടും കേട്ടോ. ഷോക്സ് പറഞ്ഞാൽ നമ്മൾ ഒരു ജോഡി ഷോക്സ് 5 രൂപക്ക് കിട്ടും. ചെറിയ കാര്യമല്ല, പക്ഷെ ഉപയോഗിച്ചതാണെന്ന് മാത്രം. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, മണാലിയിൽ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഷോക്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ. അപ്പം പ്രോപ്പർ മാർക്കറ്റിലൂടെയാണ് പോകുന്നത്. ഇവിടെ ബഞ്ഞ് സുലഭമായി കിട്ടും കേട്ടോ. ബഞ്ഞും ചിക്കനും നല്ലതുപോലെ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പട്ടണത്തിൻ്റെ സൈഡിലൂടെ നടക്കുന്നു കേട്ടോ. കടകളൊക്കെ കണ്ടോ, ഫ്രൂട്ട്സൊക്കെ നല്ലതുപോലെ കഴിക്കുന്ന ജനങ്ങളാണ്. ഹായ് ബ്രോ. പട്ടിയൊക്കെ കുറച്ച് തുടങ്ങിയത് ചെയ്യാമേ. അപ്പോൾ നമുക്കെന്തായാലും ഈ ദ്രാസ് പട്ടണത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് സഞ്ചരിക്കാം. സുഹൃത്തുക്കളെ, ഞാനിപ്പം ദ്രാസ് പട്ടണത്തിൽ നിന്നും മുകളിലോട്ടുള്ള മല കയറുവാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങളോ ഇല്ലെങ്കിൽ വല്ല ഹോം സ്റ്റേ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ദ്രാസ് അത്യാവശ്യം മനോഹരമായ സ്ഥലമാണ്. ഞാൻ നിങ്ങൾക്ക് പട്ടണത്തിൻ്റെ ഒരു വലിയ വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് വൃത്തി കാണാൻ സാധിക്കും. അത് കണ്ടോ, അങ്ങ് ദൂരെ കാണുന്നതാണ് ദ്രാസ് പട്ടണം. വലിയൊരു പട്ടണമാണ് കേട്ടോ ദ്രാസ് എന്ന് പറയുന്നത്. മുകളിൽ വലിയ വലിയ മഞ്ഞ് പർവ്വതങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടേക്കൊക്കെ ധാരാളം ട്രെക്കിംഗ് റൂട്ടുകളുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇഷ്ടം പോലെ പർവ്വത ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ്. കിതച്ചു കേട്ടോ നല്ലപോലെ. എന്തല്ലേ യാത്രകൾ എത്ര മനോഹരമാണെന്നറിയോ, നമ്മൾ അറിയാത്ത സ്ഥലങ്ങളൊക്കെ തേടിപ്പോയി സഞ്ചരിക്കുമ്പോൾ. കടുകുപാടം കാണാൻ സാധിക്കുന്നുണ്ട് സൈഡിൽ മൊത്തം. എന്ത് ഭംഗിയാണല്ലേ ഈ ഭൂമി സുഹൃത്തുക്കളെ. ഒരു രക്ഷയില്ലാൻ തന്നത് നമുക്ക് വിവരിക്കാം. അയ്യോ, ദ്രാസിൻ്റെ ഒരു വലിയ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്ന എല്ലാവരും.
ആരും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവില്ല കേട്ടോ. എല്ലാവരും വേറെ വേറെ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള പാതകൾ തിരഞ്ഞെടുത്ത് സഞ്ചരിക്കുന്നത്. വളരെ ഹാപ്പിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സഞ്ചരിക്കാൻ പറ്റുന്നത് തന്നെ. ഓ അയ്യോ എത്ര മനോഹരം നോക്കിയൊരു ഭൂമി. ഇതാണ് ഞാൻ താമസിച്ച വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. താഴെ ഇവിടുത്തെ ആൾക്കാരാണ് താമസിക്കുന്നത്. മുകളിലാണ് കസ്റ്റമർ വന്നാൽ താമസിക്കാൻ സാധിക്കുക. 5-8 റൂംസ് ഉണ്ട് കേട്ടോ. ഇവിടെ അവരങ്ങനെ സിംഗിളായിട്ട് വരുന്ന ആൾക്കാരെ അലോഡ് ചെയ്യാറില്ല. പിന്നെ മദ്യം കഴിക്കുന്നവരെ അലോഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്നൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ഫാമിലീസിനൊക്കെ കണ്ട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് അവരോട് സിംഗിളായിട്ട് അക്കോമഡേഷൻ തന്നത്. കാരണം വലിയ റൂമാണല്ലോ. എന്തായാലും വളരെ ഹാപ്പിയായി. അപ്പോൾ ഞാൻ ദ്രാസ് വില്ലേജിൽ നിന്നും മറ്റൊരു വില്ലേജിലേക്കാണ് പോകേണ്ട പ്ലാനിങ്. ഈ മലമുകളിലെ സൈഡിലൊക്കെ വേറെ വേറെ വില്ലേജ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് ഞാൻ ഇന്നത്തെ യാത്ര കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ ഇവരെ ഗ്രാമത്തിന് സൈഡിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നോക്കിയാൽ എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയോ. ഇവിടെ ടെൻ്റ് അടിക്കുമ്പോൾ ചില പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇവിടെ രാത്രി കാലങ്ങളിൽ കരടി ഇറങ്ങുന്നൊക്കെ കേട്ടോ പറയുന്നത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന നോക്കി എന്ത് രസമാണല്ലേ. മൊത്തം കൃഷിയാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത്. ഞാനിപ്പോൾ പ്രോപ്പർ നിൽക്കുന്നത് ദ്രാസിലാണ്. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ ആ മലമുകളിൽ അപ്പുറത്തിലെ ഗ്രാമത്തിലേക്ക് കേട്ടോ. എൻ്റെ അടുത്ത യാത്ര ഇതിലൂടെ വേണം പോകാൻ വേണ്ടി. എത്ര സുന്ദരമായ സ്ഥലമാണെന്നറിയോ. ദ്രാസ് വില്ലേജ് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും അത്രയും സുന്ദരമായൊരു ഇടമാണ് ഭൂമിയിൽ തന്നെ. അത്രയും നമുക്ക് കണ്ണിന് അത്രയും കുളിർമ നൽകുന്ന ഒരു സമയമാണെന്ന് പറയാം കേട്ടോ. അതായത് വിൻ്ററിലൂടെ എക്സ്ട്രീം തണുപ്പായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന സമ്മറില്ലേ, സമ്മർ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ചെറിയൊരു തണുപ്പും ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരം തന്നെ പറയാം കേട്ടോ ഈ ഒരു ഭൂമി.